നബിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. എല്ലാ തരത്തിലും ഇന്ന് ലോകത്ത് ഏതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയും കടന്നു പോകുന്ന, അത് ഇൻഡിവിജ്വൽ ആകട്ടെ കമ്മ്യൂണിറ്റി ലെവലിലാകട്ടെ, കടന്നു പോകുന്ന പ്രതിസന്ധികളൊക്കെ നബിയുടെ 23 വർഷത്തെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ പ്രവാചകൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആ പ്രവാചകനെ നിയോഗിച്ച, ആ പ്രവാചകന്റെ പൂർത്തീകരണ ദൗത്യം ലോകാവസാനം വരെ ഉള്ള മനുഷ്യർക്ക് കാരുണ്യമായി നിശ്ചയിച്ച വമാ അർസൽനാക റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ അയച്ച, ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിലനിർത്തിയ വള്ളി പുള്ളി മാറ്റമില്ലാതെ നോക്കി ആ പ്രവാചകൻ എങ്ങനെയാണ് സഹാബത്തിന്റെ ഇടയിൽ ജീവിച്ചത്, അത് അതേപോലെ ആ സഹാബത്ത് താബികൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കഥ പറഞ്ഞു കൊടുക്കല്ല, ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുക്കല്ല. ഞങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെയായിരുന്നു എന്നതിനപ്പുറം ഞങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെയാണ് ജീവിച്ചത് എന്ന് കാണിച്ചു കൊടുക്കുന്ന വലിയ മാതൃകയാണ്. എന്തുകൊണ്ട് വലിയ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞവരും പഠിച്ചവരും കണ്ടെത്തിയവരൊക്കെ മനസ്സിലാക്കിയ കാര്യം ആ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റമാണ്. പ്രവാചകനെ ആയിരങ്ങളോളം വർഷങ്ങൾ ഇപ്പുറത്തു നിന്നും ഒരു മഹത്തായ മാതൃകയായി പ്രവാചകൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രവാചകൻ അവരുടെ ജീവിതം മാറ്റിയെടുത്തു എന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ ഫോളോ ചെയ്യുന്ന നമ്മളും ആ പ്രവാചകൻ എന്താണ് കാണിച്ചു തന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് എന്താണ് പഠിപ്പിച്ചത്, അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിലെ വിജയമാണ്. ഈ ദുനിയാവെന്നത് അതൊരു വഞ്ചനാ ചരക്കാണ്. കാരണം ഈ ദുനിയാവിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം അതിന് നൽകേണ്ട സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട്, അല്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ് പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നായിട്ട് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനയാണത്. എന്താണത്? ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണേ, നന്മ നൽകണേ, നല്ലത് വരുത്തണേ എന്ന് പറയുമ്പം ഈ ദുനിയാവിന് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അല്ലേ? ഏറ്റവും വലിയ ധനാഢ്യനായ സമ്പന്നനായ കാറൂനെ കുറിച്ച് ഖുർആൻ പറയുമ്പോഴും, ഖുർആൻ അത് പറഞ്ഞു തരുമ്പോഴും ഖുർആൻ നൽകുന്ന ഒരു വലിയ പാഠം വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. എന്താണ്? അല്ലാഹു നൽകിയ ഈ ദുനിയാവിലൂടെ പരലോകത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നുള്ള മെസ്സേജാണ്. ദുനിയാവ് ഒരു അവസാനമല്ല, ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം. നേടിയ ദുനിയാവിലൂടെ ആഖിറത്ത് സ്റ്റേബിൾ ആക്കലാണെങ്കിൽ ആഖിറത്തിലെ വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, അല്ലേ? വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിന്റെ ഓഹരി നിങ്ങൾ മറക്കുകയും ചെയ്യരുത് എന്നാണ്. അപ്പോ ദുനിയാവിനെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ഇഹലോക ജീവിതമല്ല വിശുദ്ധ ഖുർആനും ഇസ്ലാമും മുന്നോട്ട് വെക്കുന്നത്. ദുനിയാവിനെ ഉൾക്കൊണ്ടു തന്നെയാണ്, അല്ലേ? നമുക്ക് ഇബ്നു തൈമിയന്റെ ഒരു കിതാബിൽ ഒരു ചർച്ച കാണാൻ പറ്റും. ആരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ? അതായത് ദരിദ്രന്മാരായ ആളുകളുണ്ട്, അതേപോലെ സമ്പന്നന്മാരായ ആളുകളുണ്ട്. അപ്പൊ അതിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന, സ്വതക്കകളൊക്കെ ചെയ്യുന്ന, അതായത് നമ്മൾ നല്ല 1-ാം നമ്പർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന 2 ആളുകൾ. അതിലൊരാൾ വളരെ പാവപ്പെട്ട മിസ്കീനായ ഒരാളാണ്, ഒരാൾ ഭയങ്കര റിച്ചാണ്. ഈ 2ൽ ഏറ്റവും ടോപ്പ് ആരാണ്? അതായത് നിങ്ങൾ ദരിദ്രനായ ഒരു മുസ്ലിമായ, ഏറ്റവും നല്ല ദരിദ്രനായ ഒരു മുസ്ലിം ആകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ല ഏറ്റവും ധനികനായ ഒരു മുസ്ലിം ആകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ പുണ്യവാൻ എന്നാണ് ചർച്ച, കിതാബിലെ ചർച്ച എന്നാണ് ഏറ്റവും വലിയ പുണ്യവാൻ ആരാണെന്ന്. അപ്പൊ അതിൽ കുറെ ഡിസ്കഷൻ ഉണ്ട്. നമുക്ക് സഹാബികളെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, പാവപ്പെട്ട സഹാബത്ത്, വളരെ ദരിദ്രന്മാരായ സഹാബത്ത്. നമുക്കറിയാം അഹ്ലുസുഫ എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായിരുന്നു നബിന്റെ കാലത്ത്. അതായത് മദീന പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ആളുകൾ, ജോലിയൊന്നുമില്ലാതെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. അവർ പള്ളിയിലൊക്കെ ആരെങ്കിലും കൊണ്ടുവരുമ്പം, വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവരും. ഏറ്റവും ഒരു നമ്മൾ പറയില്ല, ഇപ്പം നമ്മൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വായക്കൊലയൊക്കെ എടുത്തുകൊണ്ട് പോകാറില്ലേ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വിരുന്ന് പോകുമ്പം വായക്കൊലയും തേങ്ങ കയറ്റാൻ പോവുക. അപ്പം അതേമാതിരി സഹാബുകൾ പള്ളിക്ക് വരുമ്പോൾ ഈത്തപ്പനൻ്റെ ഒരു കൊല എടുത്തിട്ട് പള്ളി കൊണ്ടുപോയി തൂക്കിയിടുന്നതാണ്. ആർക്കെങ്കിലും
പ്രയാസമുള്ളവർക്ക് വന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അതൊക്കെ തിന്നിരിക്കുന്ന ഒരു അഹ്ലു സുഫ എന്ന് പറഞ്ഞ ഒരു ടീം മദീന പള്ളിയിൽ നിന്ന്, അത്രയും ദരിദ്രന്മാരായ ആളുകൾ. അപ്പൊ അവര് ഈ ധനികന്മാരായ ആളുകൾ ചെയ്യുന്ന സ്വതക്കൊക്കെ കണ്ടിട്ട്, ദാനധർമ്മങ്ങൾ, ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളൊക്കെ കണ്ടിട്ട് അവർ നബിൻ്റെ അടുത്ത് വന്നിട്ട് പ്രയാസം പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണല്ലേ നബി ഞങ്ങൾ കൊടുക്കാത്തത്. ഞങ്ങൾക്കും നല്ല ആഗ്രഹമുണ്ട് ഇവരെക്കാളൊക്കെ ധർമ്മം ചെയ്യാൻ, പക്ഷെ ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കളി, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബറും ചൊല്ലിക്കൊള്ളി. എന്നാൽ നിങ്ങൾക്ക് അവരതേ ദറജയിൽ എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുത് രഹസ്യമായി ചൊല്ലാൻ തുടങ്ങി. പക്ഷേ കുറെ കഴിയുമ്പോൾ എന്തായാലും ലീക്കാവുമല്ലോ. കാരണം നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ചെല്ലുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫൊക്കെ ഒരു ചോദിക്കൂല എന്താ നിങ്ങൾ ഇങ്ങനെ ചെല്ലണമെന്ന്. അങ്ങനെ ധനികന്മാരായ സഹാബിമാർ ഇത് കണ്ടെത്തി എന്താണ് ഇവർ ചെല്ലണമെന്ന്. അപ്പൊ അന്വേഷിച്ചപ്പം അവര് നബി പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ഇവരും ചെല്ലാൻ തുടങ്ങി. അപ്പൊ നബിന്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഒരു പരാതി പറഞ്ഞു, അല്ല പ്രവാചകരെ, ഇതിപ്പോ ഒരു പൈസക്കാരും ചെല്ലാൻ തുടങ്ങിയാലോ, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് അള്ളാഹു നൽകിയ ഔദാര്യമാണ് സമ്പത്ത് എന്നുള്ളത്, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോ ഒരു ദരിദ്രനായ മുസ്ലിം ആകുകയാണോ നല്ലത്, ഒരു ധനികനായ മുസ്ലിം ആകുകയാണോ അള്ളാന്റെ അടുത്ത് ഖൈറ് എന്നാണ് ചോദ്യം. അങ്ങനെ അവസാന ചർച്ച ഷെയ്ഖുൽ ഇസ്ലാം അവസാനിപ്പിക്കുന്നത് എന്താ വെച്ചാല്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കുന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തെക്കുവയുള്ളവനാണ്. അത് പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനായാലും കാര്യമില്ല. തെക്കുവ ആർക്കാണോ ഉള്ളത് അവരാണ് നാളെ എന്ത് ചെയ്യുക, നാളെ വിജയിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മദീനയിൽ വലിയൊരു കാരവൻ വരുന്ന ആരവം കേൾക്കണം. അതായത് അന്ന് അങ്ങനെയാണ്, അന്ന് വലിയ യാത്രാ സംഘങ്ങൾ വരുമ്പോൾ അതിനൊരു ആരവം ഉണ്ടാവും, അതിന് മുമ്പിൽ ഒരു ഒച്ചിമ്പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ കാരവന്റെ ആരവം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വൃത്തിയോട് പറയാണ്, വലിയൊരു കാരവൻ വരുന്നുണ്ടല്ലോ, മദീനയിലേക്ക് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് പോയി നോക്കി ആരുടേതാണ് ഈ കാരവൻ. അങ്ങനെ ആ സ്ത്രീ പോയി നോക്കിയിട്ട് ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കാരവനാണ്, 900 ഒട്ടകങ്ങളും കച്ചവട വസ്തുക്കളുമാണ് ഇമുള്ളത്, അത്രയും വലിയ കാരവനാണ് കടന്നു വരുന്നത്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴഞ്ഞുകൊണ്ടാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന്. ആരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട ആളാ. അഷറൽ മുബശ്ശിരീൻ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിമായ ആളാണ്. പക്ഷെ ഇഴഞ്ഞുകൊണ്ട് സ്വർഗത്ത് കയറുന്ന് നബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബീവി ആ അടിമയോട് പറഞ്ഞു. അത് ആ ന്യൂസ് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് എത്താണ്, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരെ കുറിച്ച് എന്നുള്ളത്. ആ ന്യൂസ് കേട്ട ഉടനെ അദ്ദേഹം വന്നിട്ട് ആ 900 ഒട്ടകങ്ങളും അതിന്റെ മേലുള്ള മുഴുവൻ കച്ചവട വസ്തുക്കളും മദീനക്കാർക്ക് ദാനം ചെയ്യണം, ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് സഹോദരൻ, ഇത് ഞാൻ പറഞ്ഞ ഇത് ദുനിയാവ് എന്നത് ഇപ്പൊ നമ്മളെ ജോലി സേഫാക്കാന് വളരെ അധികം ഓഫറുകളുമായിട്ടൊക്കെ ആൾക്കാർ വരും നമ്മളെ ദുനിയാവ് സേഫാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? നിങ്ങൾ നല്ല റിട്ടയർമെന്റ് പ്ലാന്, നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, കുറേ കാര്യങ്ങൾ ആളുകൾ എന്താണ് ദുനിയാവ് സേഫാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സംസാരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ദുനിയാവിൻ്റെ ഒരു ദൈർഘ്യം എത്രയാണ്, എത്ര കാലം നമുക്കിവിടെ ജീവിക്കാൻ പറ്റും? ഒരു 100 വർഷം അല്ലെങ്കിൽ 50 വർഷം വേണ്ട, ഒരു 25 വർഷം മുമ്പ് നിങ്ങൾ ഈ നാട്ടിലെ മുതലാളിമാരായിട്ട് ദുനിയാവ് കൂടുതൽ കിട്ടിയ ആളുകളൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ആഫ്റ്റർ 25 ഇയേഴ്സ് ഇപ്പൊ എന്ത് സംഭവിച്ചു, അവരൊക്കെ എവിടെയാണ്? ആ ലിസ്റ്റിൽ ഇപ്പൊ അവർ മുന്നിലാണോ പിറകിലാണോ? ഇപ്പൊ എന്നിങ്ങനെ ഈ പൈസക്കാരൻ ലിസ്റ്റ് വരും. എന്താണ് ഫോബ്സ് മാഗസിൻ ഏറ്റവും വലിയ പൈസക്കാരൻ ലിസ്റ്റ് പുറത്തു വിടും. അപ്പൊ അതിൽ എപ്പോഴും എനിക്കത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്താ വെച്ചാൽ, ഈ ആളുകൾ മുന്നിലുള്ള ആളുകൾ പിറകോട്ട് പോയി, പിറകുള്ള ആളുകൾ മുന്നിലേക്ക് വന്നു, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ 25 വർഷം മുമ്പ് ഈ നാട്ടിലെ പൈസക്കാരൊന്നും ഇപ്പൊ പൈസക്കാരാവൂല. 25 വർഷം മുമ്പ് ഇവിടുത്തെ കച്ചവടത്തിൽ മുമ്പിട്ട് നിന്നിരുന്ന ആളുകളൊന്നും ഒരു പക്ഷേ കുറെ ആൾക്കാർ പൂട്ടിപ്പോയിട്ടുണ്ടാവും ഷോപ്പുകളൊക്കെ. വേറൊരു ടീം ഇവിടെ കൈയടക്കി കഴിഞ്ഞു, അല്ലേ? ചെറിയ ചെറിയ പരിപാടിയിൽ നിന്ന് തുടങ്ങി വലിയ വലിയ ഫ്രാഞ്ചൈസികളൊക്കെ ഇട്ട് വലിയ കോടീശ്വരന്മാരായ ആളുകളുണ്ടാവും. ഈ ഒരു മഠങ്ങൾ ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഈ എന്താണ് ഒരു വലിയ ഏതെങ്കിലും 10 പൈസക്കാരെ പേര് പറയാൻ നിങ്ങൾ ആരോടും പറഞ്ഞു നോക്കി, അങ്ങനെ ഒരു പേരൊന്നും ആർക്കും പെട്ടെന്ന് കിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാർ അദാനി അംബാനി നമുക്ക് പറയാൻ പറ്റുന്നാലും
ഒരു 100 കൊല്ലത്തെ ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും പറയാം, എനിക്കൊന്നും ഒരാളെ പേരും കിട്ടില്ല. ആകെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ പൈസക്കാരനാരെ ചോദിച്ചാൽ ആകെ കാറൂൻ എന്ന് മാത്രമേ അറിയുള്ളൂ, അതും ഖുർആൻ പറഞ്ഞുകൊണ്ട് അറിയണാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയും, അല്ലെങ്കിൽ എന്താണ് വേറെ ആരെങ്കിലും പേര് പറയാൻ, സാഹിത്യകാരൻ്റെ പേര് നമുക്ക് പറയാൻ കിട്ടും. ഇപ്പൊ ദുനിയാവിന് സത്യത്തിൽ അത്ര വിലന്നുള്ളൂ. അത് ഒരു ടൈം സ്പാനിൽ ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളിതിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി, കാരണം ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ പരീക്ഷണം എന്നാൽ സത്യത്തിൽ ഈ ദുനിയാവ് തന്നെയാണ്. ഈ ദുനിയാവ് പരീക്ഷണത്തിനുള്ള വേദിയാണ്. ഈ ദുനിയാവിനെ നാവിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ കുറേ ചലഞ്ചുകൾ ഈ ദുനിയാവിൽ അള്ളാഹു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആഖിറത്തിനെ മറക്കാതെ പരലോകത്തെ വിജയമാണ് ലക്ഷ്യം. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എങ്ങനെയാണ് ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനും റസൂലിനും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം കൈവരിക്കും. ഇപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പം, ഈവൻ പരീക്ഷണങ്ങൾ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് 3 തരത്തിലാണ് നമ്മളെ അത് അപ്രോച്ച് ചെയ്യുക, അല്ലെ? നമുക്കൊരു പ്രയാസം ഉണ്ടായി, അപ്പൊ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കും, നമ്മൾ അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അത് സുദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു വിശ്വാസി ചെയ്യാം. ഒരു പരീക്ഷണത്തിൽ ഒരാൾ ജയിച്ചല്ലേ എന്നറിയാൻ ഏറ്റവും സിമ്പിളായ മാർഗം അതാണ്. ഇപ്പൊ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതും ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നതും അതിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ നേടേണ്ടത്, അതിലാണ് ഇതിലെ ചലഞ്ചുകൾ കംപ്ലീറ്റ് കിടക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിൽ ഈ ദുനിയാവിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചെറിയ ഒരു വിവരണം നടത്തിയിട്ടുണ്ട്. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഇത്ര മനോഹരമായിട്ടാണ് ജീവിതം, ദുനിയാവിന്റെ ജീവിതം എന്താണ് എന്നത് അള്ളാഹു കൃത്യമായിട്ട് മനുഷ്യനെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മളൊരു ജീവിതം ഇങ്ങനെ എടുത്താൽ ഏതൊരു മനുഷ്യന്റെയും അത് യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ, അത് കളിയാണ്. അത് ഷെയ്ഖ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. ലഅബ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് കളി മാത്രമാണ്, വേറെ ഒന്നുമില്ല. രാവിലെ നേരം വെളുത്തിട്ട് ഓന് സ്കൂളിൽ പോകാനല്ല, ഓന് കളിക്ക മാത്രമേ ഉള്ളൂ. ഇനി സ്കൂളിൽ പോയാലും ഓന് സ്കൂളിട്ട് വന്നാലെന്താണ് ഓന്റെ കളി. ആ സ്കൂളിലെ ബുക്കും ബാഗും ഒക്കെ സിറ്റ് ഔട്ടിൽ എറിഞ്ഞിട്ട് ഓനാണ് പോവും, അത്രേ ഉള്ളൂ, അല്ലെ? ചില ആൾക്കാർ ഉമ്മാര് പരാതിപ്പെടുന്നു, എന്താ ബാഗും കൂടി ഇങ്ങോട്ട് വീടിൻ്റെ ഉള്ളിൽ എടുത്തേക്കൂലെന്ന്, അത് വെച്ചിട്ട് ഓൻ കളിക്കാൻ പോകും, ചായ വേണ്ട. ഞായറാഴ്ചയൊക്കെ വീട്ടിനുള്ളിലെ ഉമ്മയും കുട്ടികളും തമ്മിലുള്ള സ്ട്രഗിൾ എന്താ? കുട്ടികളിങ്ങനെ പുറത്തിറങ്ങാൻ വെമ്പൽ കൊള്ളിക്കാരും വിടൂല. മാസ്റ്റർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, വെയിൽ ചൂടാറട്ടെ എന്ന് പറയാം, വെയിലുണ്ടാണ്ട് കളിച്ചാൻ സമ്മതിക്കൂല. അപ്പൊ അത് ആ കളിനോടുള്ള ക്രേസാണ്. അത് നമ്മളിങ്ങനെ എത്ര ചെറിയൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാണ് നിങ്ങൾ എന്ത് വലിയ ടൂർ അടിച്ചാലും ആ ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പാവക്കുട്ടിയും അവളെ കിച്ചൺ സെറ്റും അവന്റെ JCBയും അതിന്റെ അപ്പുറത്തേക്കൊരു ലോകമല്ല. അത് നിങ്ങൾ എവിടൊക്കെ ടൂർ ഉണ്ടായാലും കുട്ടികളെ ബാഗ് തുറന്നു നോക്കിയാലും കിച്ചൺ സെറ്റും പാവക്കുട്ടി ഉണ്ടാകുക. അത് കളിക്കാനല്ലാതെ നമ്മൾ പോണ സ്ഥലത്തിന്റെ സൗന്ദര്യം ഒന്നല്ല ഓല ആസ്വദിക്കുക, ഓല അവരുടെ കളിക്കോപ്പും. അത് കളിയാണ്, അത് ജീവിതത്തിന്റെ ഒരു കാലഘട്ടം, അങ്ങനെ ഒരു ഘട്ടം അങ്ങനെയാണ്. അതിനോട് ഏറ്റവും ക്രൈസ് ഉള്ള ഒരു ഘട്ടം അതെല്ലാവരുടെ ജീവിതത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുമെല്ലേ അത് അടുത്ത സ്റ്റേജിലേക്ക് വഴിമാറും. എന്താണ്? ലഹുവുൻ, അത് എന്റർടൈൻമെന്റ് ആണ്, അല്ലേ? കളിന്റെ ഒരു കാലം കഴിഞ്ഞാൽ, ക്രൈസ് കഴിഞ്ഞാൽ പിന്നെ എന്റർടൈൻമെന്റിലേക്ക് കയറും. ഇപ്പോഴത്തെ ഗെയിമൊക്കെ അതാണ്, എന്റർടൈൻമെന്റ് ആണ്. സിനിമയാകട്ടെ, സംഗീതമാകട്ടെ, ഗെയിമുകളാകട്ടെ, അതൊക്കെ എന്റർടൈൻമെന്റ് ആണ്. അതൊരു എന്താണ് വിനോദമായി മാറുകയാണ്. വിനോദമാകുമ്പോൾ കുറച്ചും കൂടി ക്രൈസ് ഉണ്ടാവും. അതിൽ വെറും കളി മാത്രമല്ല, കളിയിൽ ലെവലുകൾ ഉണ്ടാവും, അല്ലെ? ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഗെയിം കളിച്ചു എന്നതല്ല, ഏത് ലെവലിലെത്തി എന്നുള്ളതാണ്, എത്ര പോയിന്റ് കിട്ടി എന്നുള്ളതാണ്, അല്ലെ? ഗെയിമിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ
മോട്ടിവേഷൻ കിട്ടാൻ എന്തുണ്ടാവും, അതിലിങ്ങനെ കോയിൻസ് വരും, അതിൽ മാർക്ക് കാണിക്കും, പോയിന്റ് കാണിക്കും, നിങ്ങൾ എവിടെ എത്തി എന്നിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അതെന്തിനാണ്? ആ ഏജിൽ അങ്ങനെയാണ്, ആ ഏജിലെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പൊ അതിന് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലഅബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലഹുവുൻ, അത് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ വസീനത്തുൻ, അത് അലങ്കാരമാണെന്നാണ്. അലങ്കാരമാണ്, സീനത്താണ് ജീവിതം എന്നാൽ. ഇതൊരു ഷോ ആണ്. അല്ലാതെ നമുക്ക് ഇപ്പം മനസ്സിലാക്കുക പെൺകുട്ടികളെ നോക്കുമ്പോഴാണ്. ഇന്നത്തെ പെൺകുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് സീനത്ത് എന്ന് പറഞ്ഞാൽ. ജീവിതം അലങ്കരിക്കുക അല്ലെ. ചിലപ്പം ഫോണൊക്കെ എടുത്ത് നോക്കിയുണ്ടാവും, സ്ക്രീനൊക്കെ എട്ടുകാലിന്റെ വലമാരി. ഉമ്മ കൊടുത്ത ഫോണൊക്കെ, ഉമ്മ ഒഴിവാക്കിയ ഫോണാണ് പെൺകുട്ടിയാൽ കിട്ടുക. വാപ്പ ഒഴിവാക്കിയ ഫോൺ ആദ്യം ഉമ്മാക്കാ കിട്ടുക, പിന്നെ ഉമ്മ ഒഴിവാക്കണ ഫോണാണ് പെൺകുട്ടിയാൽ കിട്ടുക. അതിന്റെ സ്ക്രീനൊക്കെ ചിലപ്പോൾ എട്ടുകാലിന്റെ വലമാരി ഫുള്ള് പൊട്ടിപ്പോയിണ്ടാവും. പക്ഷെ അതിന് നല്ലൊരു കവർ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും, നല്ല ചൊറുക്കുള്ളൊരു കവറ് അല്ലേ. ഒരു വാച്ച് കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിക്കണ കുട്ടിയുണ്ട്, ഭയങ്കര ചൊറുക്കുള്ളൊരു വാച്ചൊക്കെ കിട്ടി വന്നത്, ചുരിദാർക്ക് മാച്ചായ. അവർക്ക് തോന്നിയത് നടക്കൂലെന്ന്. എൻ്റെ മനസ്സ് പറഞ്ഞത് നടക്കൂലെന്ന്. അപ്പോൾ ഞാൻ വെറുതെ സമയത്ര ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഒരു നടക്കൂലായിരുന്നു. അപ്പോൾ എന്തിനത് കെട്ടി വെച്ചു? അത് ഒരു സ്റ്റൈലിന് കെട്ടിയാണ്ടായിരുന്നു. അപ്പം അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈലാണ്, ഒരു അലങ്കാരമാണ് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, പെൺകുട്ടികളൊക്കെ റൂമിൽ പോയി നോക്കണ്ടി, എത്ര ടൈപ്പ് ലിപ്സ്റ്റിക്ക്, എത്ര ടൈപ്പ് ക്രീമുകൾ. പണ്ടൊക്കെ നമ്മളെ കാലത്ത് ഓർമ്മയുണ്ട്, നമ്മൾ ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ കണ്ണാടി ഫുള്ള് കിട്ടൂല, ഒരു പൊട്ടിയ കഷ്ണമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച കേൾക്കാരോ. അതിങ്ങനെ കരിമ്പനടിച്ചിട്ട് അതിക്ക് നോക്കിയാൽ കണ്ണാടിൻ്റെ കുത്താണോ നമ്മളെ മുഖത്തത്തെ കുത്താണോ, അത്രയും അങ്ങനത്തെ ഒരു കണ്ണാടിയാണ്. നിങ്ങൾ പോയി നോക്കി, ഇന്നിങ്ങനെ S24-ൻ്റെയും S25-ൻ്റെയൊക്കെ ക്യാമറ കൊണ്ട് സെൽഫി എടുത്തിട്ട് അത് സൂം ചെയ്തിട്ട് മുഖത്ത് കുത്തുണ്ടോ എന്നാണ് നോക്കണത്. ആ കുത്ത് മാറാനാണ് എന്ത് ചെയ്യണത്? കുറേ ക്രീമുകൾ വാരി തേക്കണത്, സൺസ്ക്രീൻ, എന്തൊക്കെയോ ക്രീമുകളാണ് തേക്കണത്. ഏറ്റവും കൂടുതൽ വലിയ ഇൻഡസ്ട്രി ഇന്ന് ലോകത്ത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. അത്ഭുതമല്ല, അത്രയും ആളുകൾ കോസ്മെറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. അത്രയും പെൺകുട്ടികൾ ബോധവാന്മാരാണ് സൗന്ദര്യത്തെക്കുറിച്ച്. കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് ഇങ്ങനെ. ഇന്ന് ലോകത്തെ ഏറ്റവും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു സൂറത്ത് ഏതാ വെച്ചാൽ സൂറത്തു നൂറാണ്. ആ പേരിനെ നോക്കി, വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ലോകത്ത് എല്ലാവർക്കും കിട്ടേണ്ട വെളിച്ചം സൂറത്തു നൂറിലുണ്ട്. എന്താണ് ആണുങ്ങളോട് പറഞ്ഞത്? ആണുങ്ങളോട് പറഞ്ഞ എന്തറിയോ? നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം എന്നാണ്. പെണ്ണിന്റെ ഹൗറത്തിലേക്ക് നോക്കരുത് എന്നാണ്. സൂറത്തു നൂറിൽ ആണുങ്ങളോടുള്ള പടച്ചവന്റെ ഉപദേശമാണത്. ആണുങ്ങളോടുള്ള ഉപദേശമാണ്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. പെണ്ണുങ്ങളോടോ, നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങളുടെ മാറിലൂടെ തൂക്കിയിടണം. നിങ്ങൾ ജാഹിലിയത്തിൽ നിങ്ങളെന്ത് സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്, വെളിവാക്കരുത് എന്ന് പെണ്ണുങ്ങളോടും നോക്കരുത് എന്ന് ആണുങ്ങളോടുമാണ് സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ട 2 ഉപദേശങ്ങൾ. ഇന്നിപ്പോൾ ഒരു MLA, നിങ്ങൾ കേട്ടില്ല, ഒരു MLA ആകെ ഡങ്ങറായി നിൽക്കുകയാണ് ഒരു മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ. എന്തുകൊണ്ടാണിത്? അത് മനുഷ്യന്റെ സ്വഭാവമാണ്. സ്ത്രീകളോടുള്ള സ്നേഹം, ഇഷ്ടം മനുഷ്യൻ അള്ളാഹു നൽകിയതാണ്. കുതിരകളോടും, മേൽത്തരം കുതിരകളോടും, സ്വർണത്തോടും വെള്ളിയോടും സ്ത്രീകളോടുമുള്ള ദേഷ്യം മനുഷ്യന്റെ അള്ളാഹു ഊട്ടിവെച്ചതാണ്. അത് മനുഷ്യന്റെ പ്രൈമറി വികാരമാണ്. പക്ഷെ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഹായ് എന്ന് വിട്ടു, പിന്നെ എന്തൊക്കെ തിരിച്ചു വന്നു, അങ്ങോട്ടായി വിട്ടു, ഇങ്ങോട്ടാ നാട്ടുകാർ മൊത്തപ്പോൾ ചർച്ച ചെയ്യാൻ ഓലെന്തൊക്കെ മെസ്സേജ് അയച്ചത്. ഇതെന്തൊരു ഗതികേടാണ് നോക്കിങ്ങൾ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ? ആണും പെണ്ണും ചാറ്റ് ചെയ്യാൻ പാടില്ല, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല, മൂന്നാമൻ പിശാചായിരിക്കും എന്നാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ മിങ്കിൾ ചെയ്യാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല. അതൊക്കെ ഏതോ 7-ാം നൂറ്റാണ്ടിലെ എന്തോ കാടൻ നിയമങ്ങളാണെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നാ പിന്നെ കൂടിയിരുന്നിട്ട് മെസ്സേജ് അയച്ചാൽ പിന്നെ അത് കാടത്തരല്ലേ? അത് മാത്രമേ അത് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. മെസ്സേജ് അയക്കണീന് കുഴപ്പമില്ല, കൂടിയിരിക്കണീന് കുഴപ്പമില്ല, പിന്നെ ഇതൊക്കെ സംഭവിക്കൂലേ? കാരണം പിശാചല്ല പിന്നെ ഇടപെടുന്നത്. പിന്നെ അതിന് മാത്രം ഇങ്ങനെ ആൾക്കാർ ബേജാറാണ്. എന്തിനാണ് ഇതെല്ലാം പറ്റുന്നു, അത് മാത്രം പറ്റൂല? ഇസ്ലാം കൃത്യമായിട്ട് എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് അതിൻ്റെ ഹക്കും ബാത്തിലും വേർതിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ ഇഹലോക ജീവിതത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന, അത് കളിയാണ്, വിനോദമാണ്, അത് അലങ്കാരമാണ്. അടുത്തങ്ങൾ നോക്കി, അടുത്തെന്താണ്? വതഫാഖുറും ബൈനക്കും, അത് നിങ്ങൾക്കിടയിലുള്ള വീമ്പ് പറച്ചിലാണ്, ഫഖ്ർ നടിക്കലാണ്
അല്ലെ? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതാണ്. പിന്നെ എൻ്റെ കാർ, എൻ്റെ വീട്. എന്താപ്പം വീട് പൊളിച്ചത്? ഒന്നുമില്ല. എന്താണ്, ഭാര്യൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയക്കല്ല, നമ്മുടെ ഇളച്ചെന്നാ പറയാ. ഇളച്ചൻ നല്ല വീട് വെച്ചിണ്. അപ്പോൾ പിന്നെ നമ്മളെ വീട് മോശമാക്കാൻ പാടില്ലല്ലോ. നമ്മളെ വീടും ഇളച്ചൻ പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട്. ഭാര്യൻ്റെ അനിയത്തിയ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാറും മാറ്റണം. നമ്മളെ കാറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓലിപ്പോൾ പുതിയ കാറ് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കലൊക്കെ വാങ്ങിയാണ്. അപ്പോൾ നമ്മളൊന്ന് വാങ്ങണം. ഓരോ വീടൊന്ന് റെഡിയാക്കിയാണ് പുതുക്കി പണിയണം. അപ്പോൾ നമ്മളും പുതുക്കി പണിയണം, അല്ലെങ്കിൽ നമ്മളും പുതിയ വീട് വെക്കണം. സഹോദരങ്ങളെ, ഇതൊരു ഫഖ്റാണ്. ജീവിതം എന്നത് വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ഫഖ്ർ നടിക്കലാണ്. പിന്നെ അടുത്ത സ്റ്റേജ് ഈ വയസ്സന്മാരെ ചർച്ച കാണുമ്പോഴാണ് പടച്ചോമൻ എത്ര കൃത്യമാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ആ ഒരു സ്റ്റേജ് കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്നും കൂടി ഒരു പ്രായമായി കഴിഞ്ഞാൽ അത് സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള തക്കാസുർ നടിക്കലാണ്, പെരുമ നടിക്കലാണ്. അല്ലേ? എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ചില ആൾക്കാരോട് പറഞ്ഞിട്ടാണ് ഒരു എസ് ചെയ്താണ്ടാവും. മൂത്ത മോൻ അമേരിക്കയിൽ, രണ്ടാമത്തോൻ ഖത്തറിൽ, ഓൻ അവിടെ അങ്ങനെ ജോലി, ഇവിടെ ജോലി, അല്ലേ? മൂന്നാമത്തോൻ IIT പഠിക്കണ്, നാലാമത്തോല് ജിപ്മറിൽ പഠിക്കണ്, അഞ്ചാമത്തോള് പാലയെ കൊണ്ടുപോയി ചേർത്തിക്കണ്. ഇനി അടുത്തൊല്ലം ഒരിക്കും IIT കിട്ടുന്നു, അല്ലെങ്കിൽ MBBS കിട്ടുന്നു അതിനർത്ഥം. അതെന്താണ്? അതന്നെയാണ് ഈ സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുമ നടിക്കുക എന്ന് പറഞ്ഞാൽ. അത് പറയാൻ ഭയങ്കര ആവേശമാണ്. അതൊരു ബോസ്റ്റിങ് തന്നെയാണ്. അല്ലേ? അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, അവിടെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അവിടെ ഒരു ഫാം ഉണ്ട്, മറ്റുണ്ട്, കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല, അങ്ങനെ 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 പറയണ്. അതന്നെയാണ് ജീവിതം. നിങ്ങൾ അറിയണം, അത് തന്നെയാണ് ജീവിതം. എന്നിട്ടോ പിന്നെ പടച്ചോൻ പറയാണ് കമസലി ഓയിസിന്, ഒരു മഴ പോലെയാണത്. ഓയിസ് പോലെ. മഴക്ക് കുറേ വാക്കുകളുണ്ട് അറബിയിൽ, പക്ഷേ അള്ളാഹ് ഇവിടെ പ്രയോഗിച്ച ഓയിസ് എന്നുള്ള വാക്കാണ്. ഒരു പാകമായ മഴ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മഴ എന്ന് പറയുമ്പം ഒരു പാകമായ മഴയാകണം, അല്ലേ? അത് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ തൻ്റെ ആ ചെടികളൊക്കെ എന്താണ്, വിത്തുകളൊക്കെ മുളച്ച് നന്നായിട്ട് കായ്ക്കാനുള്ള പാകത്തിലുള്ള ഒരു മഴ പോലെയാണ് ഈ ദുനിയാവ്. എന്താ ഒരു കർഷകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സത്യത്തിൽ വിളവെടുപ്പാണ്. ഇപ്പോൾ ഒരു നേന്ത്രപ്പഴം കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കൃഷി പ്ലാൻ ചെയ്യുമ്പം തന്നെ ഏറ്റവും നല്ല വില കിട്ടുന്ന സമയത്ത് നമ്മളെ സാധനം മാർക്കറ്റിൽ ഇറങ്ങണം. അല്ലെ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വില കിട്ടിയപ്പോഴാണ് ഓണത്തിനാണ്. ഓണത്തിന്റെ സമയത്ത് നമ്മളെ വാഴക്കൃഷി പാകമായിട്ട് കൊല മാർക്കറ്റിലേക്ക് എത്തിയാലാണ് നമ്മളെ വിളക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുക. ആ സമയത്ത് വിളവെടുക്കണമെങ്കിൽ എന്ന് കൃഷി ചെയ്യണം നമ്മൾ തീരുമാനിച്ച് അന്ന് മണ്ണ് റെഡിയാക്കി ഏറ്റവും നല്ല വിത്ത് ഇടുന്ന കിട്ടുക, അവിടുന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങളത് വളർത്തി അത് പാകമായി വിളവെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ആ ലോഡ് കയറ്റി പോകണം. അന്നാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുക. കാരണം ഈ എടുത്ത എഫർട്ടിനൊക്കെയുള്ള കൂലി അല്ലെങ്കിൽ ആ സന്തോഷം അയാൾ അനുഭവിക്കുന്നത് അന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൃഷിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നേ ഇല്ല. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അതാണ്. നിങ്ങൾ ഓരോ സമയത്ത് ഖുർആൻ ഓതുമ്പോഴും ഒരേ ആയത്ത് എത്ര തവണ നിങ്ങൾ ഓതിയാലും ആ ആയത്ത് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ നമുക്ക് നൽകും. എത്രത്തോളം നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ അത്രയും ആശയങ്ങൾ ആ ഖുർആൻ നമുക്ക് നൽകുന്നതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ എന്നാ അള്ളാഹ് ചോദിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ ഓതല്ല, നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് പോലല്ല ചോദിച്ചത്. അറബിയിൽ ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ്. പ്രവർത്തിച്ചു, ഫഅല വസൻ എന്നാണ് അതിന്റെ പറയാ. തഫഅല എന്ന് പറഞ്ഞാൽ മെനക്കെട്ടു എന്നാണ്. അതായത് കുറച്ച് എടങ്ങേറോടുകൂടി പ്രവർത്തിക്കണീനാണ് അറബിയിൽ തഫഅല എന്ന് പറയാ. ഫഅലിൻ തഫഅലിൻ വ്യത്യാസമുണ്ട്. ഫഅല എന്ന് പറഞ്ഞാൽ സിംപ്ലി ചെയ്തു എന്നാണ്. തഫഅല എന്ന് പറഞ്ഞാൽ മെനക്കെട്ടു എന്നാണ്. അത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതിനാണ് തഫഅല പറയാ. അപ്പൊ തഫഅല വസിൽ അതേ രൂപത്തിൽ വരുന്ന എല്ലാ വാക്കിനും ഒരു മശക്കത്ത് ഉണ്ടാവും, അതിൽ ഒരു എടങ്ങേറോട് കൂടിയിട്ടാണ് നടക്കുക. അപ്പൊ തദബ്ബുർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്നല്ല, ഉറ്റാലോചിക്കുക എന്നാണ്. കുറച്ച് മെനക്കെട്ട് വെറുതെ കട്ടൻ ചായ കുടിച്ച് ആകാശത്തേക്ക് നോക്കിക്കലല്ല, കുറച്ചിങ്ങനെ കാര്യമായിട്ടിരുന്ന ആയത്തിനെ പറ്റി ചിന്തിക്കണാണ് തദബ്ബുർ നടത്തുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തിന് ഓരോ പ്രാവശ്യം തദബ്ബുർ നടത്തുമ്പോഴും നിങ്ങൾക്ക് നേരത്തെ കിട്ടാത്തൊരു പുതിയ പോയിന്റ് കിട്ടും. ഈ ആയത്തുകൾ നോക്കി, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ടില്ല, കർഷകനെ പറ്റി, കർഷകന്റെ ആ ചെടികൾ വളർന്നു വന്നു എന്നാണ്. ആ മഴ കൊണ്ടു എന്താണ്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു, ഒരു പാകമായ മഴ പോലെയാണ്. ആ മഴ കർഷകനെ ആശ്ചര്യപ്പെടുത്തി.
കാരണം അവന്റെ ചെടികളൊക്കെ അങ്ങോട്ട് വളർന്ന് ആ ഇതൊക്കെ മുളച്ച് നല്ല ഉഷാറായിട്ട് കായ്ച്ചു വന്നു എന്നാണ്. എന്നിട്ട് വിളവെടുപ്പിനെ പറ്റി പടച്ചോൻ പറയില്ല. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അതങ്ങോട്ട് നുരുമ്പിച്ച് നശിച്ച് വൈക്കോലായി എന്നാ പറഞ്ഞത്. അതിന്റെ വിളവെടുപ്പിനെ പറ്റി പടച്ചോൻ കാപ്പാൻ മുണ്ടിയിട്ടില്ല, സൈലന്റാണ്. കാരണം വിളവെടുപ്പ് എന്ന് പറഞ്ഞത് ദുന്യാവിലല്ല, ജീവിതത്തിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞ ആഖിറത്തിലാണ്. ഇവിടെ കൊയ്തതൊന്നും ഇവിടെ കിട്ടുന്ന പടച്ചോ ആർക്കും ഓഫർ നൽകിയിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് പ്രതിഫലം പൂർത്തിയാക്കി തരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് മരണാനന്തര ദിവസമാണ്. മരണാനന്തര വിചാരണയിലാണ് പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടുക. ഇവിടുന്ന് ഒരാൾക്കും പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടൂല. അപ്പൊ അതുകൊണ്ട് അത് പരലോകമാണ്. ആ പ്രതിഫലം രണ്ട് രൂപത്തിലാണ്. എന്താണ്? പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ പാപമോചനമുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ട്. ഈ രണ്ട് ഓപ്ഷനാണ് ഒരാൾക്കുള്ളത്. ഈ രണ്ടൊരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നാളെ ആഖിറത്തിൽ കിട്ടുക. ഒന്നുകിൽ അദാബുൻ ഷദീദായിരിക്കും, അല്ലെങ്കിൽ മഗ്ഫിറത്തും വരിളുവാനായിരിക്കും. അത് ഏത് കിട്ടണമെന്നത് അതിവിടെ കിട്ടൂല. ഇവിടെ ഇതൊക്കെ തുരുമ്പിച്ചാണ് എല്ലാം കഴിഞ്ഞു പോകും. ഇവിടെ ആരും ബാക്കിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചവർ അല്ലേ, അവരിവിടെ ശാശ്വതരായിട്ടില്ല. നബിനോട് പറയണ്ട അവരിവിടെ ശാശ്വതരാവില്ല. നമ്മളെ കൊന്ന് ഈ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ഇവിടെ ആരും എന്ത് ചെയ്യാമല്ല, കാലാകാലം ജീവിക്കാൻ പോണില്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. അതുകൊണ്ട് എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ ദുനിയാവ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്ത് നമ്മൾ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിലും സഹോദരങ്ങൾ, ഇതിനൊക്കെ ചെറിയൊരു ആയുസ്സേ ഉള്ളൂ, ഒരായുസുള്ളൂ. അത് കഴിഞ്ഞത് അനന്തരാവകാശികളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടും. നമ്മളെല്ലാ സാധനങ്ങളും അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഖബറിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് വരാണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഖബർസ്ഥാനിൽ നമുക്കറിയാം, നമ്മളെ ഖബർസ്ഥാനിൽ നമുക്ക് നടന്നാൽ നമുക്ക് മനസ്സിലാകും അല്ലേ? ഒരു പുതിയ ഖബർ ഏതാന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റും. കാരണം ഒരു ചുവന്ന മണ്ണും ഒരു നനവുള്ള ഖബറുണ്ടെങ്കിൽ ഇത് വളരെ പുതിയൊരു ഖബറാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? അങ്ങനത്തെ ഒരു പുതിയ മർറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസൻ, വളരെ റീസെന്റ് ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയി. എന്നിട്ട് അവിടെ റസൂൽ അവിടെ നിന്നു എന്നാണ് അബൂ ഹുറൈറ നമുക്ക് പറഞ്ഞുതരാണ് അല്ലെ? നബി അവിടെ നിന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഖബർസ്ഥാനിലൂടെ നടന്നുപോയ പ്രവാചകൻ ആ ഖബറിന്റെ അടുത്ത് നിന്നു. എന്നിട്ട് അബൂ ഹുറൈറ നമുക്ക് പറഞ്ഞുതരാണ്. നബിയെ കാണാത്ത ഒരു സമൂഹത്തിന് താബികളോട് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാണ്, ഞങ്ങളെ പ്രവാചകന്റെ ഒപ്പം നടക്കുന്നു, ഖബർസ്ഥാനിലൂടെ പോകുന്നു, പുതിയൊരു ഖബറിന്റെ അടുത്ത് എത്തിയപ്പം നബി അവിടെ നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഈ ഖബറാളി ഇപ്പോൾ എന്താണ് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്നാണ്. നോക്കി ആലോചിങ്ങൾ, ഒരു ഖബറിൽ കിടക്കുന്ന ഒരാൾ എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ, കാരണം ഖബറാളിക്ക് ഇനി ദുനിയാവ് ബാക്കില്ല, ഖബറാളിക്ക് ദുനിയാവ് ബാക്കില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം സഹോദരങ്ങൾ? അതിനെന്ത് വിലയാണ് നമ്മൾ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് അല്ലേ? പള്ളിക്ക് അങ്ങനെ കയറി വരുമ്പം ഇക്കാമത്ത് കൊടുക്കാൻ ഒരു 1.5-2 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് 1-1.5-2 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 റക്അത്ത് നവാഫിൽ എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, സുന്നത്ത് നിസ്കാരം വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഫാത്തിഹ മാത്രം ഓതിയിട്ട് സ്പീഡായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് നിങ്ങളുടെ ബാക്കിയുള്ള ആയുസ്സിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് അയാൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ്. പക്ഷെ അയാൾക്ക് എന്തില്ല? അയാൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അയാൾക്കൊരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ അധികം ചെല്ലാനുള്ള ഓപ്ഷൻ ഇല്ല. അയാൾ ഖബറിൽ ലോക്കാണ്. അയാളുടെ കർമ്മരേഖ സീല് വെച്ച് കിടക്കാണ്. അതിലാകെ എന്തുള്ളൂ? മക്കൾ വല്ലതും പ്രാർത്ഥിച്ചാലും എന്തെങ്കിലും മക്കൾ വല്ലതും ചെയ്താലേ അയാൾക്ക് കിട്ടുള്ളൂ. പിന്നെ അയാൾ വല്ല ജാരിയത്തായ വല്ലതും ഈ ദുനിയാവിൽ ബാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതും അയാളെ ഖബറിലേക്ക് വന്നു ചേരും. വല്ല തീങ്ങാനക്കോ വല്ല പള്ളി ഉണ്ടാക്കിയതോ മദ്രസ ഉണ്ടാക്കിയതോ അയാൾ എന്തെങ്കിലും നിലനിൽക്കുന്ന വല്ല സംരംഭങ്ങളും നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൃത്യമായി ഖബറിലേക്ക് വരും. അയാളെ മക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതും കിട്ടും. അതല്ലാതെ അയാൾക്ക് ഇനി ഒന്നും കിട്ടാനില്ല, ഒന്നും ചെയ്യാനുമില്ല. അങ്ങനെ ലോക്കായിട്ട് നാളെ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ച് ഒരു വിചാരണയെ കാത്ത് കെട്ടിക്കിടക്കണ ഖബറിൽ. ആ ഒരു സ്റ്റേജിൽ ലോക്കായി നിൽക്കുന്ന അയാൾ എന്തു മനസ്സിലാക്കി?
നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ ഏറ്റവും വിലപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് റിയലൈസ് ചെയ്യുമ്പം, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പം, അത് ആ സഹാബത്ത് താബിഈകൾക്കും 1400 വർഷം ഇപ്പുറം നിൽക്കുന്ന നമ്മൾക്കും അത് പറഞ്ഞു തരുമ്പം ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതം എന്നാലും 3 ദിവസമാണ്, 3 ദിവസം, ഇന്നലെ, ഇന്ന്, നാളെ. നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഇന്നലെ ഒന്നും ചെയ്യാനില്ല, ഇന്നലെ ചെയ്ത ഒന്നും നമുക്ക് മാറ്റാൻ പറ്റൂല, കഴിഞ്ഞുപോയി. അതിനെ ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമില്ല. അത് ഇന്നലെയാണ്, അതിന് ഇടപെടാൻ പറ്റൂല, അത് കഴിഞ്ഞു. ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅല. ഒരു വിശ്വാസിയുടെ തീരുമാനം കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരു വിശ്വാസിക്ക് ഒരൊറ്റ നിലപാടുള്ളൂ, ഖദറുല്ലാഹ വമാ ശാഅ ഫഅല. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു നടപ്പിലാക്കി. ഞാൻ അതിനെപ്പറ്റി കുറെ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല, കഴിഞ്ഞുപോയി. നാളെ നമ്മൾ ഉണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല. ഇന്നാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത്, എന്തെങ്കിലും നമ്മളെ ഖബറിലേക്ക് വന്നു ചേരാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു സമയമാണിന്ന്. അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത്. അത് എങ്ങനെ ജീവിക്കണം? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയണ കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ ജീവിതം, നബിയുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർആനാണെന്ന് പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം അത് ഖുർആനാണ്. എന്തൊക്കെ ഖുർആൻ കൽപ്പിച്ചോ അതൊക്കെ അനുഷ്ഠിച്ച, അതൊക്കെ ചെയ്യാൻ കൽപ്പിച്ച, അതൊക്കെ അനുഷ്ഠിച്ച ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? നബിന്റെ നിസ്കാരം എടുത്തു നോക്കി, നബിന്റെ സ്വതക്ക എടുത്തു നോക്കി, എല്ലാ കാര്യവും ഒക്കെ ഏറ്റവും ടോപ്പാണ്, അല്ലെ? അത്രയും ദരിദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം, കിട്ടുന്നത് അതൊക്കെ സ്വതക്ക കൊടുത്തു എന്ന് പറയുമ്പം, ആ പ്രവാചകന്റെ ഔദാര്യത്രയങ്ങൾ നോക്കി, അല്ലെ? ആ പ്രവാചകനെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പം ആ പ്രവാചകന്റെ സ്വഭാവം വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്തു എന്താണ് കലമിൽ അള്ളാഹിനെ കുറിച്ച്, നബിനെ കുറിച്ച് പടച്ചോൻ പറഞ്ഞാണ് എന്ത്? നബിന്റെ സ്വഭാവത്തെക്കുറിച്ച്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. മക്കം ഫത്തഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വസന്നാഹങ്ങളുമായിട്ട് മക്കയിലേക്ക് വരികയാണ്. ആരാണ് മക്കക്കാർ? നബിയെ ദ്രോഹിച്ചവരാണ്, നബിയെ ഉപദ്രവിച്ചവരാണ്, നബിയെ കല്ലെടുത്തെറിഞ്ഞവരാണ്, നബിയെ നമസ്കരിച്ചപ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല പുറത്ത് കഴുത്തിലിട്ടവരാണ്, നബിയെ എല്ലാ തരത്തിൽ കൊല്ലാൻ ശ്രമിച്ചവരാണ്, അല്ലെ? നമുക്കറിയാം ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി ആളുകൾ നടക്കുമ്പം ആ സൗർ ഗുഹന്റെ ഉള്ളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിരിക്കുന്നതും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന സൂറത്ത് ആയത്തിറങ്ങിയതൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആ ആളുകൾക്ക്, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വസന്നാഹങ്ങളുമായിട്ട് എല്ലാത്തിനും കഴിവുണ്ടായി. ഒന്നാജ്ഞാപിച്ചാൽ അത് ചെയ്യാനുള്ള സർവ്വസന്നാഹങ്ങൾ ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താണ്? ഇന്ന് പ്രതികാരമില്ല എന്നാണ് മക്കക്കാരെ പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്നാണ്. ആർക്ക് കൊടുക്കാൻ പറ്റും സഹോദരങ്ങളെ? ഉപദ്രവിച്ചവരോട്, കല്ലെറിഞ്ഞവരോട്, പരിഹസിച്ചവരോട്, കൊല്ലാൻ ശ്രമിച്ചവരോട് അവർക്ക് മുഴുവൻ മാപ്പ് നൽകിയേക്കാണ്, അല്ലെ? സൂറത്ത് യൂസുഫ് അവതരിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇടങ്ങേറുണ്ടായപ്പോഴാണ് സൂറത്ത് യൂസുഫ് അവതരിച്ചത്. സൂറത്ത് യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ച കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ മതി. ഖദീജ ബീവിയുടെ വഫാത്ത് സംഭവിച്ച കാലത്താണ്. അബൂ താലിബ് മരണപ്പെട്ടപ്പോഴാണ്, അല്ലെ? 42 വർഷം നബിയുടെ താങ്ങായി തണലായി നിന്ന അബൂ താലിബ് മുസ്ലിം അല്ലാതെ മരിച്ചു പോകണ്. നിങ്ങൾ ആലോചിക്കണം, 42 വർഷം ആ പ്രവാചകനെ സംരക്ഷിച്ച മനുഷ്യൻ, പ്രവാചകന്റെ ബന്ധു, മൂത്താപ്പ മുസ്ലിം അല്ലാതെ മരിച്ചു പോവുക. നബി കൈഴും നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ പറഞ്ഞില്ല. അബൂലഹബിന്റെ മുഖത്തേക്ക് നോക്കും, നബിന്റെ മുഖത്തേക്ക് നോക്കും, പിന്നെ നോക്കും, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഫീ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബൂ താലിബ് മരിച്ചു പോകുന്നത്. നബിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി, നബിക്ക് വല്ലാത്ത വിഷമുണ്ടായി. ആയത്തിറങ്ങി, അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നാണ്. നിങ്ങൾ വിചാരിച്ച ഒരാളെ മുസ്ലിമാക്കാൻ പറ്റൂല എന്ന് പച്ചക്ക് പടച്ചോൻ പറഞ്ഞു നബിനോട്. അബൂ താലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് പറ്റിയില്ല. സങ്കടമാണ്. 42 വർഷമാണ്, 1-2 വർഷമല്ല. വാപ്പല്ലാത്ത ഉമ്മല്ലാത്തൊരു കുട്ടിനെ പിതാമഹന്റെ അടുത്ത് ഏറ്റെടുത്തിട്ട് 42 വർഷം നബിയുടെ തണലായി നിന്ന മനുഷ്യൻ മുസ്ലിം അല്ലാതെ മരിച്ചുപോയി. ഖദീജ ബീവി മരിച്ചുപോയി, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലെ? അവിടെ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു, മലഞ്ചെരുവിൽ ജീവിക്കേണ്ടി വന്നു. അവസാനം ത്വായിഫിലേക്ക് പോയി.
അഭയം കിട്ടുമോ നോക്കാൻ വേണ്ടി അവിടെ തെരുവ് കുട്ടികൾ കല്ലെറിഞ്ഞ് മുറിയായി നബി പ്രയാസപ്പെട്ടു, സങ്കടപ്പെട്ടു. സൂറത്ത് യൂസുഫാണ് അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൂറത്ത് യൂസുഫ് ഇറങ്ങി. എന്താ ആശ്വാസം? പ്രവാചകരെ, താങ്കളെ പുറത്താക്കുന്നത് ആരാണ്? താങ്കളുടെ കുടുംബക്കാരാണ്, നാട്ടുകാരാണ്. അതുകൊണ്ട് നബിക്ക് വിഷമുണ്ട് സ്വാഭാവികമായിട്ടും. നബി ഏറെ സ്നേഹിച്ച കുടുംബക്കാരും നാട്ടുകാരും പുറത്താക്കുമ്പോൾ വിഷമം ഒന്നുകൂടി കൂടും അല്ലേ? എന്നാൽ യൂസുഫ് എന്നൊരു പ്രവാചകൻ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് സഹോദരങ്ങളാണ്. രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വിഷമിക്കണ്ട, യൂസുഫിനെ അല്ലാഹു രക്ഷിച്ചിട്ടുണ്ട് അല്ലേ? താങ്കളെ മക്കയിൽ നിന്നാണ് പുറത്താക്കാൻ ശ്രമിക്കുന്നത്, യൂസുഫിനെ കിണറ്റിലാണ് കൊണ്ടുപോയിട്ടിട്ടത്. അവിടുന്ന് അടിമച്ചന്തയിലാണ് വിൽക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച്, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട സഹോദരങ്ങൾ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകനെ അല്ലാഹു കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു കഥ നബിക്ക് പറഞ്ഞു കൊടുക്കാണ്. വിഷമിക്കേണ്ട നബിയെ, നിങ്ങളെ നാട്ടുകാരല്ലേ കൊല്ലാൻ നോക്കിയത്, നമ്മുടെ സഹോദരങ്ങൾ കൊല്ലാൻ നോക്കിയൊരു പ്രവാചകൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകനെ അള്ളാഹു സംരക്ഷിച്ചു. എന്നിട്ട് യൂസുഫ് ഈജിപ്തിലെ ജയിലിലേക്ക് പോവാണ്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വർഷങ്ങളോളം ജയിൽ കിടക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ മാനസികാവസ്ഥകൾ ആലോചിച്ച് അല്ലേ? ഞാൻ MDMനെതിരെ സംസാരിക്കുന്ന, ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന എന്റെ വീട്ടിൽ നിന്ന് MDM കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാല് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് ആയിട്ട് വന്ന് പോസ്റ്റും ഇതൊക്കെ എന്താണ് പറയാ, ആളുകൾ എന്നെ പരിഹസിക്കും. എനിക്ക് അത്ര വിഷമമുണ്ടാവും. കള്ളക്കേസിൽ കുടുക്കി ഞാൻ എന്തിനെതിരെയാണോ സംസാരിക്കുന്നത് അതിലെന്നെ കുടുക്കിയിട്ട് എന്നെ ജയിലിലിട്ടാലുള്ള എന്റെ മാനസികാവസ്ഥ എന്തേക്കാരം? ചെയ്യാത്ത കുറ്റത്തിന് വ്യഭിചാരം ആരോപിച്ചുകൊണ്ട് വർഷങ്ങളോളം ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം യുവത്വം ജയിൽ കഴിച്ചു കൂട്ടിയൊരു പ്രവാചകൻ. അതാണ് സൂറത്ത് യൂസുഫ് നബിയെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് തിരിച്ചു വരികയാണ്. തന്നോട് തെറ്റ് ചെയ്ത അക്രമം ചെയ്ത സഹോദരങ്ങൾക്ക് അദ്ദേഹം മാപ്പ് കൊടുക്കുകയാണ്. അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്ത് യൂസുഫ് നബിക്ക് എന്താണോ സംഭവിച്ചത് അതിന്റെ വേറൊരു കോപ്പിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചത് അല്ലെ? നാട്ടുകാർ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു, നാട്ടുകാർ അപഹസിച്ചു, നാട്ടുകാർ പുറത്താക്കാൻ നോക്കി. എന്നിട്ടോ ആ നാട്ടുകാർക്ക് മാപ്പ് കൊടുക്കുന്ന, ആ നാട്ടുകാർ അധികാരം മുഴുവനും തിരിച്ചു കിട്ടി ആ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ നാട്ടുകാർക്ക് മുഴുവനും മാപ്പ് കൊടുക്കുന്ന ഒരു വലിയ പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തത്, നമുക്ക് മാതൃകയാക്കി തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ദീൻ എന്നുള്ളത് സഹോദരങ്ങളെ, ഇവിടെ യാതൊരു ഇരുട്ടില്ല, യാതൊരു അവ്യക്തതയുമില്ല. ഏറ്റവും നല്ല ക്ലാരിറ്റിയുള്ള മതമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിന് ആ പ്രവാചകന്റെ 23 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതം അല്ലെ? ജീവിതത്തിൽ ചെറിയ ഇടങ്ങേറ് വരുമ്പോ നമ്മൾ നബിനെ ആലോചിച്ചാൽ മതി അല്ലെ? അഞ്ചോ ആറോ കുട്ടികളെ ജീവിച്ചിരിക്കുമ്പോൾ മറവ് ചെയ്ത ഒരു മാപ്പയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ മക്കളെ മയ്യത്ത് ഇറക്കിക്കേണ്ടി വരാ, നമ്മുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ മയ്യത്ത് നമ്മൾ നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ്. അതിന് വലിയ പ്രതിഫലമാണ് പടച്ചു തന്നിട്ടുള്ളത് അല്ലേ? ഒരു കുട്ടി ഒരു ഇഷ്ടപ്പെട്ട ഒരു കരളിന്റെ കഷ്ണം നമ്മളിൽ നിന്ന് വേർപ്പെട്ടിട്ട് നമ്മൾ അതിൽ ക്ഷമിച്ചാൽ, അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ വീട് തരുമെന്നാണ്. അത്രയും വലിയ പ്രതിഫലമാണ്. അതിനെക്കുറിച്ച് ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് ഒരു താബിയായ പണ്ഡിതൻ അതിനെക്കുറിച്ച്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് അദ്ദേഹം ഒരു കിതാബ് എഴുതാണ്. കിതാബ് മുകളിൽ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാണ്, എൻ്റെ ഒരു കുട്ടി പോലും, എത്ര കുട്ടികളുടെ മുമ്പിൽ എൻ്റെ ഒരു കുട്ടി പോലും മരിച്ചില്ലല്ലോ എന്നുള്ളത്. അത്രയും പ്രതിഫലമാണ് അതിൽ ക്ഷമിക്കുന്ന രക്ഷാകർത്താവിന് അള്ളാഹു പരലോകത്ത് നൽകാൻ പോണ പ്രതിഫലം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും ഒരു നഷ്ടമല്ല സഹോദരങ്ങളെ. ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് പ്രയാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ പടച്ചോ നാളെ പ്രതിഫലം നൽകും. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്താവൂല, ഒരു നഷ്ടമാകൂല. അപ്പൊ അതുകൊണ്ട് അത്രയും ജീവിതത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-6 ആൺകുട്ടികൾ നബിയും ജീവിച്ചിരിക്കെ മരിച്ചിട്ടുണ്ട്. 5-6 ആൺകുട്ടികളെ മറവ് ചെയ്ത ഒരു പ്രവാചകൻ. ജനങ്ങൾ പരിഹസിക്കാണ്, വാലറ്റവൻ, മുഹമ്മദിന്റെ ആൺകുട്ടികൾ മുഴുവൻ മരിച്ചുപോയി, അവൻ വാലറ്റവനാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പരിഹസിക്ക. എത്ര വിഷമുണ്ടാവും? 5-6 കുട്ടികൾ മരിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങൾ പരിഹസിക്ക, വാലറ്റവൻ എന്നിട്ട് അള്ളാഹു ആയത്തിറക്കി സമാധാനിപ്പിച്ചു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പ്രവാചകരെ, അവരല്ല താങ്കള് അല്ല വാലറ്റവൻ, അവരാണ് വാലറ്റവർ. കാരണം ഇന്ന് ആരാണ് സഹോദരങ്ങളെ അബൂജഹലിനെ ആരാ ഓർക്കണ്? ഉത്ബൻ ആരാണ് ഓർക്കണ്? ഷൈബൻ ആരാണ് ഓർക്കണ്? അബൂലഹബിൻ ആരാ ഓർക്കണ്? അല്ലേ? ആരും ഓർക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് 200 കോടി ഫോളോവേഴ്സ് ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം അജയ്യമായി ലോകാവസാനം വരെ നിലനിൽക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അത് കേവലം ഒരു വാക്കല്ല,
അതൊരു ജീവിതത്തിന്റെ നിലപാടാണ്. ആളുകൾ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തതാണ്. ജീവിതം കൊണ്ട് ഫോളോ ചെയ്യുന്ന അത്രയും ഫോളോവേഴ്സിനെ അത്രയും വലിയൊരു നേതാവാക്കി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി എന്നുള്ളത് അത് നബിക്ക് അള്ളാഹു കൊടുത്ത അംഗീകാരമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇസ്ലാമിന്റെ ഏതൊരു കാര്യവും നമ്മൾ കൃത്യമായിട്ട് ഇന്നൽ ഹലാല ബയ്യിനും ഇന്നൽ ഹറാമ ബയ്യിനും കൃത്യമായിട്ട് ഹദീസാണ്. ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു ക്ലാരിറ്റി കുറവില്ല. എന്താണ് ഹറാം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ് ഹലാൽ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ രണ്ടിന്റെ അടിയിൽ കുറച്ച് സംശയമുള്ള കാര്യങ്ങളുണ്ട്. സത്യമാണ്. ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമല്ലാത്ത ക്ലാരിറ്റി കുറവുള്ള ചില ഏരിയകളുണ്ട്, ഇല്ല എന്നല്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ നിലപാട് എന്തേക്കാരം ആ ക്ലാരിറ്റി ഇല്ലാത്തതിലേക്ക് പോകൂല എന്നുള്ളതാണ്. ഹറാമാണ്, സംശയമുണ്ടോ? പോകൂല. എന്തിനാ സംശയമുള്ള, എന്തിനെടുക്കണം? കാരണം നമ്മുടെ പരലോകത്തിൽ നമ്മൾ എന്തിന് റിസ്ക് എടുക്കണം? ഒരു തിരിച്ചുവരവ് സാധ്യമല്ല, ഒരു സേവ് എക്സാം ഇല്ല, രണ്ടാമത് പരീക്ഷ എഴുതാൻ പറ്റൂല അല്ലേ. രണ്ടാമത് പരീക്ഷ ചെയ്താൽ ഒരു ഓപ്ഷൻ അല്ല. ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഞാൻ സ്വതക്ക കൊടുക്കാം, ഞാൻ നന്നായി ജീവിക്കാം എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നാളല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തിന് സഹോദരങ്ങളെ റിസ്ക് എടുക്കണം? അതുകൊണ്ട് ഈ ദുനിയാവെന്ന് പറഞ്ഞത് അത് വലിയ പരീക്ഷണം തന്നെയാണ്. ഈ ദുനിയാവ് കൃത്യമായി ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സെക്കൻഡും നമുക്ക് എല്ലാത്തിനും രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലേ. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ വാ തുറക്കുകയാണെങ്കിൽ, നമ്മൾ എഴുതാണെങ്കിൽ, നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ പാസ്വേഡ് അടിക്കുമ്പോഴും സഹോദരങ്ങളെല്ലാം ഒന്നുകിൽ നമുക്ക് നാളെ പരലോകത്ത് അത് അനുകൂലമായി വരും, അല്ലെങ്കിൽ അത് പ്രതികൂലമായിട്ട് വരും. അത് എന്താകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. ഞാനിപ്പോ പേ ചെയ്യുന്ന ഈ പൈസ അല്ലേ, അത് ഹറാം കാണാനാണോ പേ ചെയ്യുന്നത്? അത് ഹറാമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കാണോ പോണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, അത് നാളെ വിചാരണയിൽ തടസ്സമായിട്ട് വരും. ഞാൻ എന്റെ ജോലി തിരക്ക് കാരണം നമസ്കാരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ? 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരം മാറ്റിവെക്കാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ച് നോക്കി, അത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലെ. അത്ര നിസ്കാര യുദ്ധത്തിൽ നമസ്കരിക്കേണ്ട രൂപം പോലും ഇസ്ലാമിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവൻ മരണ പോരാട്ടത്തിൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമായി നിൽക്കാനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഒരു വിശ്വാസി ജിഹാദിൽ ഏർപ്പെടുന്ന യുദ്ധം ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ്? അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗ്ഗമാണ്. കാരണം എന്താ? കാരണം ജീവൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ജിഹാദിന് പോകുന്നത്. ആ യുദ്ധം ചെയ്യുമ്പോൾ പോലും നമസ്കാരത്തിന് ഒഴിവില്ല, ഇളവില്ല എന്ന് പറയും, അല്ലെങ്കിൽ നമസ്കാരം നമ്മൾ എക്സ്ക്യൂസ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ്? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങോട്ടോ ആക്കാൻ ചില സന്ദർഭങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെന്നല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ ഒരു സാഹചര്യവും ഒരു അനുവാദവും ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, ബോധമുണ്ടോ, നിസ്കരിച്ചിരിക്കണം. ബുദ്ധിയുണ്ടോ, ബോധമുണ്ടോ, നിസ്കരിച്ചിരിക്കണം. അത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കിടന്നിട്ട് മൂത്രത്തിനും എല്ലാം ഓട്ടിക്കൂടി ട്യൂബ് ഇട്ടിട്ട് എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും സൗണ്ടിന്റെ അടിയിൽ കിടന്നിട്ടാണ് നിങ്ങൾ ബോധത്തോടെ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാണ്. ചില പേഷ്യൻസ് ചോദിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ ട്യൂബ് ഇട്ടിട്ട് ബോധം ഉണ്ടെങ്കിൽ ചോദിക്കും, എന്തിന് ഒരു വാപ്പ ചോദിച്ചെന്തറിയോ, ഒരു ക്ലോക്ക് ഞാൻ കാണുന്നിടത്ത് വെച്ച് തരുമെന്നാ ചോദിച്ചത്. ഇവർക്ക് ആകെ അറിയേണ്ട സമയം ICU ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ഒരു ബെഡിൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്ത് ജീവിതമുള്ളത്? രാവിലായോ വൈകുന്നേരമായോ ഫുള്ളി മോണിറ്ററിന്റെ സൗണ്ടിൽ അയാൾക്ക് ആകെ അറിയേണ്ട എന്താരോ, ഒരു വലിയ ക്ലോക്ക് അവിടെ വെച്ചിരുന്നത് സമയം അറിഞ്ഞ് നിസ്കരിച്ചാൻ വേണ്ടി മാത്രം. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ നിലപാട്. 5 നേരത്തെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. അത് നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് പ്രയാസം ഉണ്ടാകും. കാരണം ഒരാള് മരിച്ചു ചെന്നാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ്. അത് സീരിയസ് ആണ്. ഒരാൾ ഇന്ന് മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും അറിയാം, അറബി അറിയില്ല, നിസ്കരിക്കാറില്ലെങ്കിലും അയാൾ നിസ്കരിച്ചിരിക്കണം എന്നാണ്. എങ്ങനെയാണോ നിസ്കാരം അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് തക്ബീറൊക്കെ ചൊല്ലി അല്ലാഹു അക്ബർ എന്നെങ്കിലും ആ അല്ലാ എന്നെങ്കിലും ഉച്ചരിച്ചിട്ട് അയാൾ നമസ്കരിക്കൽ നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു എക്സ്ക്യൂസും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. പക്ഷെ ആ നിസ്കാരം ആലോചിക്ക്, ആ ജമാഅത്തിന് നമ്മൾ സമയത്ത് തെറ്റി പോകുന്ന അവസ്ഥ, നമ്മൾ നിസ്കാരം സമയത്തെ തൊട്ട് മാറിപ്പോകുന്ന ദുന്യാവിന്റെ തിരക്കിൽ പെട്ട്, ജോലി കൊണ്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പെട്ട് നമസ്കാരം പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ്. ആ നമസ്കാരം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖബറിൽ ലോക്കായി കിടക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചറിയും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ രണ്ടാമത് തിരുത്താനോ ഒരു സുബ്ഹാനല്ലാഹ് പോലും ചെല്ലാനുള്ള
ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു സാധ്യത ആ ഖബറിൽ ഇല്ല എന്നുള്ളതാണ്. വെറുതെ അല്ലല്ലോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി കേൾക്കുമ്പോഴും കരഞ്ഞിട്ട് താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റിറ്റ് വീഴുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പരലോക ശിക്ഷയെ പറ്റി പറയുമ്പോഴൊന്നും ഇല്ലാത്തൊരു കരച്ചിലാണ് ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി പറയുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നത് എന്നാണ്. സഹാബത്ത് ചോദിക്കുമായിരുന്നു എന്നാണ്, എന്താണ് ഉസ്മാൻ ഖബറിനെ പറ്റി, ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി പറയുമ്പോഴും നരകശിക്ഷയെ പറ്റി പറയുമ്പോൾ ഇല്ലാത്തൊരു കരച്ചിൽ താങ്കൾക്ക് എന്താണ് ഖബറിനെ പറ്റി പറയുമ്പോഴും ഖബർ കാണുമ്പോഴും എന്ന് ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖബർ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെ ആദ്യത്തെ വീടാണെന്നാണ്. ആദ്യത്തെ വീടാണ്. അവിടെ ആർക്കെങ്കിലും കാര്യങ്ങൾ എളുപ്പമായാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ കാര്യങ്ങൾ അതിനേക്കാൾ എളുപ്പമായിരിക്കും. ഖബറിൽ എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കും. ഖബറിൽ പ്രയാസമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് കട്ടപ്പുകയ്ക്കാരം, അവിടുന്ന് അങ്ങോട്ട് പ്രയാസം തന്നെ ആയിരിക്കും. ആലോചിച്ച് നോക്കി, ആ അവസ്ഥയിൽ നമ്മൾ ഖബറിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. കാരണം ഇനി ഒന്നും മാക്കില്ല, ഒന്ന് നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പ് വിൽക്കാൻ പറ്റില്ല, സ്വതക്ക ചെയ്യാൻ പറ്റില്ല, അമല് ചെയ്യാൻ പറ്റില്ല, കർമ്മങ്ങളൊക്കെ ലോക്കായി കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഒരു വിചാരണ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ വിചാരണ എങ്ങോട്ടെടുക്കുക എന്ന് ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പിന്നെ ആ ഖബറിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിന്റെ ഖബർ കാണുമ്പോൾ കരഞ്ഞത്, ഖബർ ഓർത്തിട്ട് കരഞ്ഞത്, ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ കരഞ്ഞത്. പക്ഷേ അത് വെറും ഒരു കരച്ചിൽ അവസാനിക്കണില്ല, അത് കർമ്മങ്ങളിലൂടെ ആ ഖബറിലേക്ക് അദ്ദേഹം നേടിയിട്ടുണ്ട്. മസ്ജിദുൻ നബവി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ആര് വാങ്ങിക്കൊടുക്കുന്നു ചോദിച്ചപ്പം മസ്ജിദുൻ നബിയോട് ചേർന്ന് നിൽക്കുന്ന യഹൂദന്റെ സ്ഥലം അന്നത്തെ ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാർ കൊടുത്ത് മസ്ജിദുൻ നബവിക്ക് വാങ്ങിക്കൊടുത്തത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. ഇന്നും ആ മസ്ജിദ് നബവിയിൽ നടക്കുന്ന നിസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മദീനക്കാർക്ക് വരൾച്ചയാണ്, വെള്ളമില്ലാത്തൊരവസ്ഥയിൽ യഹൂദന്റെ കിണറ്റിൽ മാത്രമാണ് വെള്ളമുള്ളത്. ആ കിണർ ആര് മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കും എന്ന് ചോദിച്ചപ്പം അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാർ കൊടുത്തിട്ട് ആ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുത്തത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തബൂക്കിലേക്ക് സൈന്യത്തെ അയക്കാൻ വേണ്ടി സാമ്പത്തികമായി വലിയ പ്രയാസമുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് തബൂക്കിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞപ്പം അന്നത്തെ ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാർ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഖബർ കാണുമ്പോൾ ഉസ്മാൻ വെറുതെ കരഞ്ഞതല്ല സഹോദരങ്ങളെ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കരഞ്ഞതിൽ കാര്യമുണ്ട്. അതേപോലെ സഹോദരങ്ങളെ നമ്മുടെ ഖബറിലേക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. എന്തുണ്ട് ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ, തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ദുനിയാവ് കുറെ ഒരുപക്ഷെ നേടിയിട്ടുണ്ടാകാം, പക്ഷേ ആ ദുനിയാവ് നമ്മുടെ ആഖിറത്തിന് ഒരു തടസ്സമായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ആഖിറത്തിലെ അപ്പോ ദുനിയാവ് എന്നത് എന്തല്ല, ഒരു ലക്ഷ്യമായി മാറും, അതൊരു മാർഗമാണ്. ഒരു മാർഗമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. നാളെ പരലോകത്ത് വിജയം വരിക്കാനുള്ള അള്ളാഹു നൽകിയ ഒരു മാർഗമാണ് ഈ ദുനിയാവ് എന്ന ശരിയായ ബോധത്തോടെ ദുനിയാവിനെ സമീപിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ടത് ഉപയോഗപ്പെടുത്താൻ അതിന് സമയമാകട്ടെ, അതിലെ വിഭവങ്ങളാകട്ടെ, അതൊക്കെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലക്ക് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് വിജയം കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ടൈമാണെങ്കിലും, നമ്മുടെ ടൈം സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി, ഓരോ മുൻഗാമികളായ പണ്ഡിതന്മാരും മഹാന്മാരുമായ ആളുകൾ ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ അല്ലേ. ഇമാം ബുഖാരി ഒരു ജീവിതം മുഴുവനാണ് ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഓരോ ആളെയും, ഇപ്പൊ ഇമാം ബുഖാരി ബുഖാറക്കാരനാണ്, അദ്ദേഹം ജന്മനാ അറബിയല്ല, അദ്ദേഹം ബുഖാറക്കാരനാണ് അല്ലേ. ഇന്നത്തെ ബുഖാറ എന്ന് പറയുന്നത് പഴയ USSRന്റെ റഷ്യയുടെ ആ ഭാഗത്തുള്ള ഏരിയയാണ്. അവിടേക്ക് സഹോദരങ്ങളെ ഇസ്ലാം അത് അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാം വന്നതാണ്. അങ്ങനെ മുസ്ലിമായ ഒരു വ്യക്തി, നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ മുസ്ലിമായ ഒരു വ്യക്തി ഖുർആനും ഹദീസൊക്കെ പഠിച്ച് ഇന്ന് നമ്മളെല്ലാവരും റെഫറൻസ് ആയിട്ട് സ്വീകരിക്കുന്ന, ഫോളോ ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി രചിച്ചെങ്കിൽ അത്ര വലിയ സേവനമാണ് അവർ ഇസ്ലാമിന് നൽകിയത് അല്ലേ. ഇമാം തൊബരി, ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ ആളാണ് ഇമാം തൊബരി. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മുഫസ്സിരീങ്ങളിലാണ് തൊബരിസ്ഥാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അതും ഈ റഷ്യയുടെ ഭാഗത്തുള്ള സ്ഥലമാണ് തബരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം കാസ്പിയൻ കടലിന്റെ തീരത്തുള്ള ഒരു നാടാണ് ഈ തബരിസ്ഥാൻ. അദ്ദേഹം 40 വർഷമാണ് അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ പറ്റും. 40 വർഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 40 പേജ് എഴുതുമായിരുന്നു എന്നാണ്. 40 വർഷം തുടർച്ചയായിട്ട്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് എത്രയോ സംവിധാനങ്ങൾ നമുക്കുണ്ട്, വോയിസ് ടൈപ്പിംഗ് ഉണ്ട്, എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 40 പേജ് ഒരു ദിവസം എഴുതാൻ കഴിയുമെന്ന്
40 വർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം 40 പേജ് എഴുതിയ വ്യക്തിയാണ്. അന്ന് എഴുത്ത് അത്രയും ബുദ്ധിമുട്ടായ കാലത്ത് മഷീൽ മുക്കി തൂവല് കൊണ്ട് തോലുമ്പലും എലമ്പലും എഴുതിയ ഒരു കാലത്ത് 40 പേജ് എഴുതിയ മഹാപണ്ഡിതനാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരൊക്കെ ബാക്കി വെച്ച ഒരു പൈതൃകമുണ്ട്, ഇസ്ലാമിന് ലിഗസി ഉണ്ട് അല്ലേ. അവരൊക്കെ ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥം, അതിന്റെ മുഖദ്ദിമയിൽ ഇമാം നവവി പറയുന്നുണ്ട്, എന്തിനാണ് ആ ഷെയ്ഖ് ഇമാം നവവി റിയാദുസ് സ്വാലിഹീൻ എഴുതിയെന്ന് പറയുന്നത്. എന്തിനാ എഴുതിയത്? അതായത് ഹദീസ് ലോകത്ത് ചെതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ജനങ്ങൾക്ക് അമല് ചെയ്യാൻ പാകപ്പെട്ട ഹദീസുകൾ, അത് അവിടെ ഇവിടെ ചെതറിക്കിടക്കാണ്. അതിനെ ഒരു ഗ്രന്ഥത്തിലാക്കിയത് എന്തിനാ ചോദിച്ചാൽ, അത് ജനങ്ങൾ വായിക്കുകയും ജനങ്ങൾ അത് കർമ്മങ്ങളാക്കി മാറ്റുകയും ചെയ്താൽ എനിക്കതിന് പ്രതിഫലം കിട്ടുമല്ലോ എന്ന നിയ്യത്ത് കൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയതെന്നാണ്.